ഹരേ കൃഷ്ണ. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ 4ാമത്തെ ഉഗ്രാവതാരമാണ് നരസിംഹമൂർത്തി. വൈശാഖ പുണ്യമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത്. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുമായി മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തുവെന്ന് ഭാഗവതത്തിൽ പറയുന്നു. തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി. അസുരരാജാവായ ഹിരണ്യകശിപു കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് സവിശേഷമായ ഒരു വരം നേടി. മനുഷ്യനോ മൃഗമോ പകലോ രാത്രിയോ അകത്തോ പുറത്തോ ഭൂമിയിലോ ആകാശത്തോ വെച്ച് തന്നെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു ആ വരം. ആ അഹങ്കാരത്തിൽ താനാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം എല്ലാവരോടും തന്നെ ആരാധിക്കാൻ കൽപ്പിച്ചു. വരബലത്തിൽ അഹങ്കാരിയായ ഹിരണ്യകശിപു ജനദ്രോഹിയായി. സഹോദരനായ ഹിരണ്യാക്ഷനെ പോലെ അയാളും ദേവലോകം ആക്രമിച്ചു കീഴടക്കി ദേവന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കി. ഇതിൽ ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. താൻ ഉടനെ പ്രശ്നപരിഹാരം നടത്തിക്കൊള്ളാമെന്ന് ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു. ഇതിനിടയിൽ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധു ഗർഭിണിയായി. സുന്ദരിയായ കയാധുവിനെ കണ്ടു മയങ്ങിയ ദേവേന്ദ്രൻ അവളെ ബന്ദിയാക്കി ഹിരണ്യകശിപുവിനോട് പകവീട്ടാൻ ശ്രമിച്ചെങ്കിലും നാരദ മഹർഷിയുടെ ആവശ്യപ്രകാരം അവളെ വിട്ടയച്ചു. തുടർന്ന് കയാധുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹർഷി അവൾക്ക് വിഷ്ണു കഥകൾ ധാരാളം പറഞ്ഞുകൊടുത്തു. ആശ്രമത്തിൽ വെച്ച് തന്നെ കയാധു പ്രഹ്ലാദന് ജന്മം നൽകി. മാതൃഗർഭത്തിലായിരിക്കെ തന്നെ വിഷ്ണു കീർത്തനങ്ങളും മറ്റും കേൾക്കാനിടയായ പ്രഹ്ലാദൻ തന്മൂലം ബാല്യം മുതലേ തികഞ്ഞ വിഷ്ണുഭക്തനായി മാറി. വളർന്നപ്പോൾ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയ പ്രഹ്ലാദൻ ഗുരുവടക്കം അവിടെയുള്ളവരെയും തികഞ്ഞ വിഷ്ണുഭക്തരാക്കി മാറ്റി. ഇതിനിടയിൽ ഹിരണ്യകശിപു തൻ്റെ രാജ്യത്ത് വിഷ്ണു പൂജ നിരോധിച്ചു. ആരും വിഷ്ണുവിനെ പൂജിക്കരുതെന്നും തന്നെ മാത്രമേ പൂജിക്കാൻ പാടൂ എന്നും അയാൾ ആജ്ഞാപിച്ചു. നിയമം ലംഘിച്ച നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൻ്റെ പുത്രൻ ശത്രുവിനെ ഭജിക്കുന്നത് അസഹനീയമായി തോന്നിയ ഹിരണ്യകശിപു അവനെ വധിക്കാൻ പല രീതിയിലും ശ്രമിച്ചു. കൊക്കയിലും കടലിലും വലിച്ചെറിഞ്ഞും പാമ്പിന് തിന്നാൻ കൊടുത്തുമൊക്കെ വധശ്രമം നടത്തി. എന്നാൽ ഭഗവത് കൃപ മൂലം എല്ലാ അവസരങ്ങളിലും പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു. ഇത് ഹിരണ്യകശിപുവിനെ പൂർവാധികം കോപിഷ്ഠനാക്കി. അയാൾ തൻ്റെ സഹോദരിയായ ഹോളികയെ അതിനായി വിളിച്ചുകൊണ്ടുവന്നു. ഒരിക്കലും ശരീരം അഗ്നിയിൽ ദഹിച്ചു പോകില്ല എന്ന വരം ഹോളിക ബ്രഹ്മാവിൽ നിന്ന് കരസ്ഥമാക്കിയിരുന്നു. ഇതറിയാമായിരുന്ന ഹിരണ്യകശിപു തന്മൂലം പ്രഹ്ലാദനെ തീ കൊടുത്തു കൊല്ലാനാണ് തീരുമാനിച്ചത്. വിറക് ശേഖരിച്ച് കൊളുത്താനായി തീയും കൊണ്ടുവന്ന ശേഷം പ്രഹ്ലാദനെയും ഹോളികയെയും വിറകിന് മുകളിൽ കിടത്തി. തുടർന്ന് ഹിരണ്യകശിപു തീ കൊളുത്തി. എന്നാൽ പ്രഹ്ലാദൻ വീണ്ടും രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹോളികയുടെ വരം നിഷ്ഫലമാവുകയും അവൾ തീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. തുടർന്ന് പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യക്ക് "എവിടെ നിന്റെ ഭഗവാൻ" എന്ന ചോദ്യം പ്രഹ്ലാദനോട് ചോദിച്ചു. "ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ട്" എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടപാടെ കോപാക്രാന്തനായ ഹിരണ്യകശിപു അടുത്തു കണ്ട ഒരു തൂൺ കാണിച്ച് "ഇതിലും നിന്റെ ഭഗവാനുണ്ടോ" എന്ന് അഹന്തയോടെ മകനോട് ചോദിച്ചു. ഉടൻ തന്നെ ദേഷ്യത്തിൽ തൻ്റെ ഗദ കൊണ്ട് തൂണടിച്ചു തകർത്തു. ആ നിമിഷം ഉഗ്രരൂപനായ നരസിംഹമായി വിഷ്ണു ഭഗവാൻ പുറത്തു ചാടി. വരത്തിൽ പറഞ്ഞതുപോലെ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു നരസിംഹാവതാരം. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുണ്ടായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തൻ്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറു കീറി പിളർത്തിക്കൊന്നു. കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ വരത്തിൻ്റെ മറ്റ് നിബന്ധനകളും പാലിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാൻ പ്രഹ്ലാദൻ്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ശാന്തരൂപനായും അവനെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി. ഭക്തരെ ദുരിതക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഏത് ഉപായത്തിലൂടെയും ഭഗവാൻ എത്തിച്ചേരും എന്ന സന്ദേശമാണ് ഇതിലുള്ളത്. ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം വിശ്വതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഇത് ദിവസവും ജപിക്കുന്നത് ഭയത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകും എന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടമായവർ ഓം ഉഗ്ര നരസിംഹായ നമഃ എന്ന് കമൻറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ.